ഡൽഹിയിൽ അതിശൈത്യം എന്ന വാർത്തകൾ വരുന്നു. ഡൽഹി ബ്യൂറോ പറയുന്നത് സഹിക്കാൻ പറ്റാത്ത തണുപ്പാണ് അവിടെ. അച്യുതൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അച്യുതൻ, ഗുഡ് മോർണിംഗ്. സായി ഗ്രാമത്തിലേക്ക് താങ്കൾക്കും സ്വാഗതം. തോന്നയ്ക്കിലെ സായി ഗ്രാമത്തിൻ്റെ വശ്യമനോഹരമായ കാഴ്ചകൾ കണ്ട് നടക്കുകയായിരുന്നു. എനിക്കൊപ്പം സായി ഗ്രാമത്തിൻ്റെ എല്ലാമായ KN ആനന്ദകുമാറും ഉണ്ട്. അപ്പോൾ ഇനി ഡൽഹിയിലെ കാര്യം പറയൂ. ഡൽഹി മാത്രമല്ല, ഉത്തരേന്ത്യ മുഴുവൻ തണുത്ത് വിറയ്ക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പറയൂ വിശദാംശങ്ങൾ. ഇനി നമുക്ക് കോളേജിലോട്ടൊക്കെ. ഗുഡ് മോർണിംഗ് SKN. ആ അതിശൈത്യത്തിൻ്റെ പിടിയിൽ നിന്ന് മോചനമില്ല. ശൈത്യം അതുപോലെ അങ്ങനെ തുടരുകയാണ്. ഇന്ന് താഴ്ന്ന താപനില 7 ഡിഗ്രി സെൽഷ്യസ് ആണ് രേഖപ്പെടുത്തിയത്. ഒപ്പം തന്നെ മൂടൽമഞ്ഞും ശക്തമായി അതിരാവിലെ തുടരുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ വിമാന സർവീസുകൾ, പൊതുവെ വ്യോമ റെയിൽ ഗതാഗതത്തെ ഇത് സാരമായി ബാധിച്ചിട്ടുണ്ട്. ഇന്നലെ മാത്രം 400-ലധികം വിമാനങ്ങളാണ് ഡൽഹിയിൽ വൈകിയത്. അതിൽ 8ഓളം വിമാനങ്ങൾ വഴിതിരിച്ചു വിടേണ്ടി വന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യം നിലവിലുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എയർപോർട്ട് അതോറിറ്റി കൃത്യമായ നിർദ്ദേശങ്ങൾ മണിക്കൂർ ഇടവിട്ട് നൽകുന്നുണ്ട് യാത്രക്കാർക്ക്. അതായത് കമ്പനികളുമായി, വിമാന കമ്പനികളുമായി എപ്പോഴും ബന്ധപ്പെട്ടിരിക്കണം യാത്ര ആരംഭിക്കുന്നതിന് മുമ്പ് എന്നടക്കമുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. എന്നാൽ ഇതേ സാഹചര്യത്തിൽ ഈ മൂടൽമഞ്ഞും അതുപോലെ ശൈത്യതരംഗവും ജനുവരി 8 വരെ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ഈ ഒരു തീവ്രത, ശൈത്യത്തിൻ്റെ പൊതുവെയുള്ള തീവ്രത കുറയാൻ അത് ജനുവരി പകുതിയോടുകൂടിയായിരിക്കും ആ തീവ്രത പൊതുവെ കുറയുക എന്നും അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിലേറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്ന്, വായു മലിനീകരണം വീണ്ടും ഉയർന്നിട്ടുണ്ട് SKN. അത് ഇപ്പോൾ ഗുരുതര വിഭാഗത്തിലേക്ക് കടന്നു. പലയിടത്തും 400-ന് മുകളിലേക്ക് വായു ഗുണനിലവാര സൂചിക രേഖപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായി. നിലവിൽ ഗ്രാപ്പ് 3 പ്രകാരമുള്ള നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും 400-ന് മുകളിലേക്ക് ഉയരുകയാണെങ്കിൽ ഗ്രാപ്പ് 4 നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടി വരും. എന്തായാലും ശൈത്യത്തോടൊപ്പം മലിനീകരണവും അതിരൂക്ഷമായി ഉയരുകയാണ് SKN.